Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? Yes, ma'am. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? Yes, ma'am. Ma'am, സുഖല്ലേ? എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. മഴയുണ്ടോ അവിടെ? മഴ? നല്ല മഴയാ. നല്ല മഴ. കുട്ടികൾക്കൊക്കെ അവധിയാണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രെയർ ചെയ്തോളൂ കേട്ടോ. പ്രെയർ ആരാണ്? പ്രെയർ ആരും റെഡിയല്ലേ പ്രെയർ ചെയ്യാനായിട്ട്? ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യാം മിസ്. ആതിര ചെയ്തോളൂ കേട്ടോ. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. Okay, sign in ആരാണ്? Sign in. Good afternoon, ma'am. Good afternoon, everyone, and welcome to today's live class. It is wonderful to see you all joining me. We are excited to dive into today's lesson with Ashwini ma'am. Please feel free to ask a question anytime, and let's make this productive and engaging learning section together. Let's get started. Thank you, ma'am. Okay. Then thought of the day. Good afternoon, ma'am. Good afternoon. Thought of the day. If my determination to success is strong, failure will never come. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തുണയ്ക്കില്ല. APJ അബ്ദുൽ കലാം. താങ്ക് യു, മാം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? Negative convex. സ്കൂൾ മാനേജ്മെന്റ് ആണോ എടുത്തത്? Yes, ma'am. School management. നെഗറ്റീവ് ക്യാൻവാസിംഗ് വരെ എടുത്തു. ഇനി നെക്സ്റ്റ് വൺ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ആണ് കേട്ടോ. അത് പറഞ്ഞായിരുന്നോ? ഇത് ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയായിരുന്നു. പറഞ്ഞു തുടങ്ങിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് സ്കൂളിന്റെ മെയിൻ ബിൽഡിങ്സ്, ഷെഡുകൾ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ടെമ്പററി ബിൽഡിങ്സ്, പിന്നെ ടോയ്ലറ്റ്സ്, യൂറിനൽസ്, വാട്ടർ ടാങ്ക്, വരാന്താസ്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ഫുട്പാത്ത്, ഇതൊക്കെ എന്ത് അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ,
അതുപോലെ തന്നെ ടീച്ചർമാരുടെ ശ്രദ്ധയിൽ ഇപ്പൊ ഒരു ബിൽഡിങ്ങിന് ചോർച്ചയോ അല്ലെങ്കിൽ ഡാമേജോ എന്തെങ്കിലും ഒരു കാര്യം കാണുവാണെങ്കിൽ, ശ്രദ്ധയിൽ പെടുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഹയർ അതോറിറ്റീസിനെ അറിയിക്കുകയും വേണം. ഓക്കെ, അപ്പോ നമുക്ക് അറിയാം, ഈ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇഷ്യൂ ആണ് അല്ലെ, ഒരു കുട്ടി മരിക്കുകയുണ്ടായിരുന്നു അല്ലെ, ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷോക്കേറ്റ് മരിച്ച വാർത്ത നിങ്ങൾ കേട്ടായിരുന്നോ? കണ്ടിരുന്നു, ന്യൂസിലൊക്കെ കണ്ടിട്ടായിരുന്നു അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട് അതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമ്മുടെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട്? യെസ് മാം. ഉണ്ടല്ലേ, എന്ത് കണക്ഷനാ ഉള്ളേ? ബിൽഡിംഗ് മെയിൻ്റെനൻസിൽ വരും മാം. ബിൽഡിംഗ് മെയിൻ്റെനൻസ് അല്ലേ? സേഫ്റ്റി. ആ, ഓക്കെ. ഞാൻ ഇന്ന് രാവിലെ വാർത്ത വെച്ച് നോക്കിയപ്പോ കണ്ടായിരുന്നു, സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായിട്ട് അവര് സസ്പെൻഡ് ചെയ്തേക്കുവാണ്. അവര് മാത്രമാണോ റെസ്പോൺസിബിലിറ്റി ഇക്കാര്യത്തില്? അവർക്ക് മാത്രമാണോ ഉള്ളത് ആ കുട്ടി മരിക്കാനിടയായ സംഭവത്തില്? അല്ല മാം. എല്ലാവർക്കും ഉണ്ട് അല്ലെ? ആ സ്കൂളിലെ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവർക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? മാത്രമല്ല, ഹെഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. പക്ഷെ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ്, സജിന ആൻഡോ സംസാരിക്കുവാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുവാണോ വീട്ടില്? സോറി പിള്ളേരുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു വരുന്നതിൽ എന്തെങ്കിലും മറുപടി പറയുകയാണെന്ന് വിചാരിച്ചതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മള് ഇപ്പൊ നേരിട്ട് കണ്ടൊരു കാഴ്ചയാണ്. അതായത് സ്കൂളിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായാൽ പോലും അതിനകത്ത് നമ്മൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അത് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കും. അതിന് ഏറ്റവും എന്താ പറയാ ഒരു എക്സാമ്പിൾ ആണ് ഈ മിനിഞ്ഞാന്ന് നടന്ന ആ കുട്ടിയുടെ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമൊന്നല്ല, വളരെ എന്താ പറയാ നമ്മൾക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇലക്ട്രിക് വയർ അതിന്റെ മുകളിൽ കൂടി, അതായത് തൊട്ട് താഴെ കൂടിയാണ് പോകുന്നത്, ഏറ്റവും മുകളിലൊന്നും അല്ല അത് പോകുന്നത്. കയ്യത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾ ഒരു ചെയറിട്ട് നിന്നാല് അത് നമുക്ക് പിടിക്കാൻ പറ്റും, അത്രയും താഴ്ന്ന നിലയിലാണ് ഇലക്ട്രിക് വയർസ് പോകുന്നത്. അപ്പൊ ഇത്രയും 8 കൊല്ലമായിട്ട് ഈ ഒരു ഷെഡ് പണിതിട്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും നാളായിട്ട് ഒരാള് പോലും അതിനകത്ത് യാതൊരുവിധ ശ്രദ്ധയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ രാവിലെ ഞാൻ ന്യൂസ് വെച്ചപ്പോൾ അതിന്റെ സ്കൂളിന്റെ മാനേജർ സംസാരിക്കുകയുണ്ടായി. അയാൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കുട്ടിയും അങ്ങോട്ട് പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ല, ആരും അങ്ങോട്ട് പോവാറില്ല, സംഭവിച്ചു പോയി, എന്താ ചെയ്യാന്നാണ് അയാള് പറയുന്ന മറുപടി. അതൊരു യഥാർത്ഥ മറുപടിയാണോ? അതുകൊണ്ട് നമുക്ക് തൃപ്തികരമാണോ ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നേ? അങ്ങോട്ട് പോവാറില്ല അല്ല, ഒരിക്കലും അല്ല അല്ലെ. അങ്ങോട്ട് കുട്ടികളാണ്, അവരുടെ പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാം, അവർക്ക് കുറച്ച് സാഹസികത ഉണ്ടാവുക അല്ലെ. എല്ലാ കാര്യത്തിലും എന്താ പറയുക ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഏത് കാര്യത്തിനും ഒരു ഉന്മേഷത്തോടു കൂടിയായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വയസ്സിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടിയെന്നും വരില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ട്, സ്കൂളിന്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട്, ഷെഡുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ, അല്ലെങ്കിൽ മെയിൻ ബിൽഡിങ്സ്, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആ കുട്ടികള്, അതായത് ആ പാരന്റ്സ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് അവർക്കൊരു ഇതുണ്ടാവും അല്ലെ. കാരണം എന്താണ്, ഞങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് പാരന്റ്സ് അത്രയും ധൈര്യത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. വൈകുന്നേരം വരെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ദുഃഖവാർത്ത നമ്മള് കേട്ടത്. അപ്പോ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുട്ടികളുടെ കാര്യത്തില്. അത് പാരന്റ്സിനുണ്ട്, ടീച്ചേഴ്സിനുണ്ട്, അതുപോലെ പൊതുസമൂഹത്തിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ജീവൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുവാണെങ്കിൽ അത് ഉടനെ തന്നെ ഒരു ടീച്ചർ എന്ന നിലയിൽ ഉടനെ തന്നെ സുപ്പീരിയറെ അറിയിക്കുക. ഹെഡ് മാസ്റ്ററെയാണ് അറിയിക്കേണ്ടത്. അവരാണ് പിന്നെ മാനേജ്മെന്റിനെയും മറ്റ് ഗവൺമെന്റ് അതോറിറ്റികളെയും ഇത് അറിയിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വൺ, അടുത്തൊരു പാരാഗ്രാഫിൽ പറയുന്നുണ്ട്, ഇപ്പൊ കുട്ടികള് നമുക്കറിയാം സ്കൂളിന്റെ ഭിത്തിയൊക്കെ ഉണ്ടല്ലോ, ഓളമ്മയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ കുത്തി വരച്ചിട്ടിടാറുണ്ട് അല്ലെ, ഓരോ എഴുത്തുപണികൾ ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലായാലും ആ ഒരു കാഴ്ച കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി വരച്ചിടും അല്ലെ. അതുപോലെ തന്നെ ചിലപ്പോ അവര് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് അല്ലെങ്കിൽ സ്കൂളിന്റെ മതിലിന് പുറത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീടുകളിൽ ചില മാങ്ങയോ പേരയ്ക്കയോ ചാമ്പയ്ക്കയോ ലൂബിക്കയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? മതിൽ ചാടി ചെന്ന് അത് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ കുഞ്ഞുങ്ങള്? ഉണ്ടോ? ചെയ്യാറുണ്ടല്ലേ? സാഹസികത കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അത് ചെക്ക് ചെയ്യണം, അത് അവരോട് അത് പറയണം, അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്നും കൂടി അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ റെസ്ട്രിക്ട് ചെയ്യണം അതിനെ, എന്താ പറയുക, തീർത്തും അത് പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു ഗൈഡൻസ് ടീച്ചേഴ്സ് എപ്പോഴും കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് ഡേ സ്കൂളുകളിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അതായത് കുട്ടികളെ കൊണ്ട് തന്നെ എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും ചെയ്യാറില്ലേ? ഇപ്പൊ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ച് കളയാനായിട്ട് കുട്ടികളെ കൊണ്ട് ട്രൈ ചെയ്യിക്കാറില്ലേ ടീച്ചേഴ്സ്? ഉണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ചൂലും ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഉള്ളത് സ്കൂളിൽ ഉള്ളത് ചെയ്തിട്ടുണ്ട് അല്ലെ? പുല്ല് പറിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്. ഉണ്ട് അല്ലെ? ഓക്കെ. അപ്പോ അത്തരത്തിലുള്ള ഇത്, അത് ചെറിയ ചെറിയ ഞാൻ ഉദ്ദേശിച്ചത് സേവനവാരം. സേവനവാരം, അങ്ങനെയും പറയാൻ പറ്റും. സേവനവാരം. അത് പേര് പെട്ടെന്ന് കിട്ടിയില്ല. ഓക്കെ. അപ്പൊ ക്ലീനിങ് ഡേ ആയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് അത് വൃത്തിയാക്കണം അല്ലെങ്കിൽ അതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് സൂപ്പർവിഷൻ കൊടുക്കുക എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. സേവനവാരം. ഓക്കെ. അപ്പോ ഇതാണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാല് കേട്ടോ. ഓക്കെ. സ്കൂള് അതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങള് മെയിൻറ്റെയിൻ ചെയ്യുക. അവയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ, അസാധാരണമായിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടൻ തന്നെ അത് ഹയർ അതോറിറ്റിയെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ വായിക്കുക, ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. മൈൻഡിൽ റീഡ് ചെയ്യാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞാൽ തമ്പ് ചെയ്യാം കേട്ടോ. ഉനൈസ് വി എ. ഉനൈസ് വി എ എന്നല്ലല്ലോ പേര്. എന്താ പേര് കറക്റ്റ്? ഫാത്തിമ. ഫാത്തിമ. ഫാത്തിമ ഒന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Parents expect more disciplinary training from the school than the book education. അതായത് സ്കൂളിൽ നിന്നും പേരൻസ് ബുക്ക് എഡ്യൂക്കേഷനെക്കാട്ടിലും കൂടുതൽ ഡിസിപ്ലിനറി ട്രെയിനിങ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫോർ ദിസ് മെയിൻ്റനൻസ് ദ ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് റൂം ഇറ്റ് സെൽഫ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. ഇപ്പൊ ഈ ഒരു ഡിസിപ്ലിനറി ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ മാത്രം ഡിസിപ്ലിൻ ഉണ്ടായാൽ പോരാ. Students have to behave before the elders, with their friends and with the others, even if the student is alone. ഇപ്പൊ കുട്ടികള് ഫ്രണ്ട്സിന്റെ ഒപ്പം ആണെങ്കിലും മുതിർന്നവരുടെ കൂടെ ആണെങ്കിലും അവർ തന്നെയാണെങ്കിലും ഒക്കെ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അവരറിഞ്ഞിരിക്കണം. സെൽഫ് ഡിസിപ്ലിൻ ഷുഡ് ഹാവ് ടു ബി മെയിൻറ്റെയിൻ സോ ദ ടീച്ചർ ആസ് എ ബോഡി ഓഫ് ദ സ്കൂൾ ഷുഡ് എൻഫോഴ്സ് ഡിസിപ്ലിൻ. ഈ സെൽഫ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സ്കൂളിലെ ഹെഡായിട്ടുള്ള ടീച്ചർ വേണം അതിന് എൻഫോഴ്സ് ചെയ്യാനായിട്ട്. Discipline is not like intelligence to come by nature, it comes only by practice. ഡിസിപ്ലിൻ എന്നത് ഇന്റലിജൻസ് പോലെ നേച്ചറായിട്ട്, അതായത് സ്വാഭാവികമായിട്ട് വരുന്നതല്ലാതെ പ്രാക്ടീസിലൂടെ മാത്രമേ ശരിയായിട്ട് വരുള്ളൂ. സോ എവറി ടീച്ചർ ഹാസ് എ ഡ്യൂട്ടി ടു ഫോയിസ്റ്റ് ഡിസിപ്ലിൻ then and there. If she finds default in this, she has the right to take punitive action against them. ഓരോ ടീച്ചറിന്റെയും ഡ്യൂട്ടിയാണ് കുട്ടികളുടെ ഡിസിപ്ലിൻ കറക്റ്റായിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അതിലെന്തെങ്കിലും ഒരു അപാകത കാണുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള പണിഷ്മെന്റ് കൊടുത്ത് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടതും അവരുടെ റൈറ്റാണ്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് ടീച്ചേഴ്സിന്. ദ ടീച്ചർ ഓൾസോ ഷുഡ് കീപ് ഡിസിപ്ലിൻ ആൻഡ് ബി ദ മോഡൽ ടു ദി സ്റ്റുഡൻസ്. ടീച്ചറും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു മോഡൽ ആയിരിക്കണം എപ്പോഴും ടീച്ചർ. She should completely avoid bad habits such as gossiping, nail biting, etc. Gossiping and nail biting അതുപോലുള്ള ബാഡ് ഹാബിറ്റ്സ് എല്ലാം ഒഴിവാക്കണം. And if she finds the co-staff is doing such, she should not be right to enhance discipline which will create problems. Co-staffുകൾ അങ്ങനത്തെ എന്തെങ്കിലും ഹാബിറ്റ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് തിരുത്തണം. But she can give friendly talk to them സെപ്പറേറ്റ്ലി അബൌട്ട് ഇറ്റ്. കോ-സ്റ്റാഫുകളെ അങ്ങനെ ഒരു ഹാബിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവരോട് പറയാതെ അവരെ തന്നെ ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെ അവരത് പറഞ്ഞ് മനസ്സിലാക്കണം. ആരാണ് മനസ്സിലായത്? ഓക്കെ. അപ്പോ പാരന്റ്സ് എന്ന് പറയുന്നത് അവര് കേവലം ബുക്ക് എഡ്യൂക്കേഷന് മാത്രമായിട്ടല്ല, അതായത് കുറേയധികം ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്, അല്ലെ? പിന്നെ വേറെ എന്തിനും കൂടി വേണ്ടിയിട്ടാ? എന്തിനും കൂടി വേണ്ടിയിട്ടാ? എന്താണ്? പഠിക്കാൻ മാത്രമാണോ? ഡിസിപ്ലിൻ ഒക്കെ പഠിക്കാൻ, ട്രെയിനിങ് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ കുട്ടി സ്വയത്തമാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് പാരന്റ്സ് എന്ത് ചെയ്യുന്നത്? കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോ ഒരു ഡിസിപ്ലിൻ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടത് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങേണ്ടതൊന്നല്ല. ക്ലാസ് റൂമിൽ ഡിസിപ്ലിൻ കാണിച്ചുകൊണ്ട് മാത്രം എന്താവില്ല, ഒരു വെൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് ചിലപ്പോൾ വളരണം എന്നില്ല. അപ്പോ അവരെന്ത് ചെയ്തിരിക്കണം? മുതിർന്നവരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം, അല്ലെ? മുതിർന്നവരെ ബഹുമാനിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇല്ല. സോറി മാം, എന്ത്? അതായത് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാറുണ്ടോ ഇപ്പോഴത്തെ സ്റ്റുഡൻസ്? സ്റ്റുഡന്റ് ഇല്ല മാം, വീട്ടിൽ തന്നെ റെസ്പെക്ട്, പേരൻസ് റെസ്പെക്ട് കിട്ടൂല. ഇനി പഠിത്തക്കാർക്കും എന്തായാലും കിട്ടൂല. ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും പറയാൻ പറ്റൂല. കുറവാണ്, അതായത് മുമ്പത്തെ അത്ര ഇല്ല.
മുമ്പത്തെ അത്ര അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴത്തെ കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അവര് വേറൊരു ലോകത്താണല്ലേ ജീവിക്കുന്നത്. ഇല്ല, ഫ്രീ കുറവാണ്. സോഷ്യൽ മീഡിയ ഹെൽറ്റ് ആണ് ഫോഴ്സ് ചെയ്താൽ എന്തിപ്പോ ഡിപ്രഷന് അതും ഇതും അത് തുടങ്ങും. എന്താണ് പറഞ്ഞോ? കുട്ടികളെ ഫോഴ്സ് ചെയ്യാനേ പറ്റൂല. ഇപ്പൊ വീട്ടിലുള്ള എൽഡേഴ്സിന് തന്നെ റെസ്പെക്ട് കൊടുക്കൂല. കുഞ്ഞെ അവര് ഗ്രാൻഡ് പേരൻസ് ഗിവ് സം റെസ്പെക്ട് ടു ദം. അപ്പൊ പറയൂ എന്തിനാ ഞാൻ എന്തിനാ റെസ്പെക്ട് കൊടുക്കണ്ടേ? അവര് ഞമ്മക്ക് മറുപടി തരൂല. മീൻസ് പ്രോബ്ലം ഇല്ലത് നമ്മളിൽ തന്നെ മാം, എൽഡേഴ്സിൽ തന്നെ പ്രോബ്ലം ഇല്ലു. മീൻസ് ഞമ്മ കുഞ്ഞുങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കൂല, അത് തിരിച്ചിട്ട് അവർക്കും കിട്ടൂല. പണ്ട് ഇതിലൊക്കെ കമ്പയർ ചെയ്താൽ ഇപ്പത്തെ പേരൻസ് ശരിക്കും ശരിയില്ല എന്ന് പറയാം മാം. മീൻസ് അങ്ങനല്ല. മീൻസ് നമ്മ കുഞ്ഞുങ്ങളെ മുമ്പിൽ തന്നെ നമ്മ മറ്റവരെ കുറ്റപ്പെടുത്തു, അങ്ങനെ എന്തായെങ്കിലും ചെയ്യും. എന്തായെങ്കിലും ഇത് കമ്മ്യൂണിക്കേഷൻ കണ്ടിട്ട് നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പഠിക്കും. പണ്ടത്തെ പേരൻസ് അങ്ങനല്ല, ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും ഗ്രാൻഡ് പേരൻസ് എന്താ, എങ്ങനെ ഇരിക്കണം, അവരുടെ മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് കൊണ്ട് ഞമ്മ അതിനെ കണ്ടിട്ട് പഠിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പത്തെ മീൻസ് നമ്മൾ തന്നെ കമ്പയർ ചെയ്യാം. ഞമ്മ റെസ്പെക്ട് കൊടുക്കൂല, നമ്മളെ മക്കള് നമ്മളെ റെസ്പെക്ട് തരില്ല. ഇപ്പൊ സെന്റൻസ് ഇല്ല, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അത് പോളിസി ഇപ്പൊ നമ്മളോട് ഇല്ല. സോ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ കുട്ടികളുടെ ഇല്ല, കാണാൻ കിട്ടൂല. അതാ എന്റെ ഒപ്പീനിയൻ. ശരിയാണ്, അങ്കിത പറഞ്ഞ ശരിയാണ്. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ പറയാം. റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പറയാം എന്താണെന്ന്, അല്ലെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പറയാം. മാം, പിന്നെ ഇപ്പോഴൊക്കെ കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസ് അല്ലേ. നേരത്തെ ജോയിന്റ് ഫാമിലിയിലായിരിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെതായ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഈ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പം അവര് കൂടുതൽ ബന്ധങ്ങളുടെ വാല്യൂ അങ്ങനെയൊന്നും കാണുന്നില്ല കുട്ടികള്. ജോയിന്റ് ഫാമിലി ആകുമ്പം അവിടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, വേറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു റെസ്പെക്റ്റും എല്ലാം കണ്ടല്ലേ വളർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നും കുട്ടികൾക്ക് കാണാൻ കിട്ടുന്നില്ല. അവരാകെ കാണുന്ന അവരുടെ പേരൻസിനെയും, അവരുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ മാത്രമാണ് കാണുന്നത്. അതിന്റെയൊക്കെ ചേഞ്ചസും ഉണ്ട് മാം. സുജിത, ചിഞ്ചു, എന്താണ് പ്രശ്നം? പ്രോബ്ലം എന്താണ്? ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? സുജിത, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതാണ് തോന്നുന്നു. ക്ലിയർ അല്ലെന്നാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ മുമ്പത്തെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഈ ജോയിന്റ് ഫാമിലി ആയതുകൊണ്ടാണോ ഈ അന്ന് വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ എൽഡേഴ്സിനോട് റെസ്പെക്ട് ഉണ്ടായിരുന്നത്? അതുകൊണ്ട് മാത്രമായിരുന്നോ? നോ മാം. മീൻസ് പറഞ്ഞു കൊടുക്കുന്നതിലുണ്ട് മാം. മീൻസ് നമ്മളെ പേരൻസ് ഇപ്പൊ നമ്മ ഇപ്പൊ ജോയിന്റ് ഫാമിലി അല്ല, ബട്ട് പേരൻസ് ആവട്ടെ ഗ്രാൻഡ് പേരൻസ് ആവട്ടെ വാല്യൂസ് പറഞ്ഞു തരും. ബട്ട് ഇപ്പത്തെ പേരൻസിക്ക് വാല്യൂസ് പറയാൻ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല. മീൻസ് അവർ വർക്കൊക്കെ പോകും, കുഞ്ഞുങ്ങളെ ഒട്ടക്കാക്കിയിട്ട് വിടും. കുഞ്ഞുങ്ങൾ ഇപ്പൊ കണ്ടിട്ട് പഠിക്കുന്നുണ്ട് മാം, പറഞ്ഞു കൊടുത്തിട്ടല്ല, കണ്ടിട്ട് പഠിക്കുന്നു. മീൻസ് അവളെ ഫ്രണ്ട്സ് എങ്ങനെ റെസ്പെക്ട് ചെയ്യൂ, അവൾ അങ്ങനെ റെസ്പെക്ട് ചെയ്യൂ. ഇപ്പൊ ഞമ്മ റെസ്പെക്ട് കൊടുത്താൽ അവർ ഞമ്മക്ക് റെസ്പെക്ട് തരും. നീ ബാ പോന്ന് പറഞ്ഞാൽ അവൾ അതന്നെ റിട്ടേൺ ഞമ്മക്കും തരും. ഇപ്പൊ പറയൂ, ഞമ്മ ഇപ്പൊ ക്ലോസ് ആയിട്ട് അമ്മമാരിൽ മുണ്ടിയും സംസാരിക്കാൻ തുടങ്ങിയെന്നെങ്കിൽ ഇപ്പൊ എല്ലാം കുഞ്ഞുങ്ങൾ അമ്മേന്നു പറയലില്ല, അമ്മേന്റെ പേര് വെച്ചിട്ട് വിളിക്കലില്ലു. മീൻസ് എന്തിന്? അമ്മമ്മ നിന്നെ അങ്ങനെ വിളിക്കില്ലേ, അച്ഛൻ നിന്നെ അങ്ങനെ വിളിക്കുന്നില്ല, അപ്പൊ ഞാനും നിന്നെ അങ്ങനെ വിളിക്കും. അപ്പൊ അതിനെ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല. ഇല്ല, അങ്ങനെ വിളിച്ചൂടാ, അമ്മേനെ അമ്മേന്ന് പറഞ്ഞു കൊടുത്തിട്ട് വിളിക്കാം. അത് പറയാൻ സമയം ഉണ്ടാവലില്ല ഇപ്പത്തെ പേരൻസിക്ക്. എല്ലാവർക്കും അല്ല, കുറെ പിള്ളേർ മീൻസ് അഗ്രസീവ് പിള്ളേർങ്ങ ഇപ്പൊ ഉണ്ടാകുന്നുണ്ട്. ആ പിള്ളേങ്ങളെ ഞാൻ പറഞ്ഞത്. ഈ ഇപ്പത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് ഇപ്പത്തെ മക്കൾ വളരുന്നത് ട്രെൻഡിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ വളരുന്നത് പേരൻസ് നമ്മുടെ കൾച്ചറും കൂടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു കൾച്ചർ ഇങ്ങനെയാണ്, അതിലേക്ക് നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്, ഇത്രത്തോളം നമ്മൾ റെസ്പെക്ട് ചെയ്യാനുണ്ട്. റെസ്പെക്റ്റിനെ കുറിച്ചാണെങ്കിലും അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ മക്കള്
ഇപ്പം അങ്കിത പറഞ്ഞതുപോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അവർക്ക്. നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് അതാണ് അവർ തിരിച്ചു തരുന്നത്. അപ്പൊ ഞാൻ എന്റെ മക്കളെ എപ്പോഴും അവരുടെ സ്കൂളിൽ വെച്ച് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ എന്റെ മക്കളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുക അവരെങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, അവർ സ്കൂളിൽ എങ്ങനെയാണ്, അവർ സൊസൈറ്റിയിൽ എങ്ങനെയാണ്, ഫ്രണ്ട്സിനോട് എങ്ങനെയാണ്. അപ്പൊ അത് അവർ കാണിച്ച് ഞാൻ അവരോട് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനിപ്പം പുറത്താണെങ്കിൽ പോലും അവരെങ്ങനെയാണ് അവിടെ എന്നുള്ളത് പിന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് അറിയാൻ പറ്റും. ഞാൻ ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവരോട് പറയുന്ന കാര്യമാണെങ്കിലും അത് എനിക്ക് അവരിലുള്ള വിശ്വാസം അവരെനിക്ക് തരുന്ന വിശ്വാസമാണത്. ഞാൻ അവർക്ക് എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളത് എന്റെ മക്കൾക്ക്. നമ്മളെല്ലാ പാരന്റ്സും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യാന്നാണ്. അവരുടെ പ്രായം നോക്കാതെ അവരുടെ നമ്മളത് കറക്റ്റ് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രയോ ബെസ്റ്റ് ആണെന്ന് ഞാനിപ്പം ഒരു 10-12 കുട്ടികളെ വോയിസ് ക്ലിയർ ഇല്ല സുജിത. വോയിസ് ക്ലിയർ അല്ല, മുറിഞ്ഞു പോകുന്നു, ഗ്യാപ്പ് വരുന്നു. സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാനുണ്ട് ഇതിനെ കുറിച്ച്? പണ്ടത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് കുറവ്, അതായത് സുഖ സൗകര്യങ്ങളിലൊന്നും ജീവിച്ചവരായിരിക്കില്ല അല്ലെ, ചിലപ്പോ വയറായിട്ടുണ്ടാകാം അല്ലെ, അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാ തരത്തിലും ഉള്ള അവർക്ക് വേണ്ടത് എന്താണ് വെച്ചാൽ അവര് പാരന്റ്സ് ചെയ്തു കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ഒട്ടും തന്നെ അവർ കുറവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയുന്നില്ല. വളരെ റയറായിട്ട് മാത്രമാണ് എന്തെങ്കിലും തീരെ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, അങ്ങനെയുള്ള റയറായിട്ടുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒട്ടുമിക്കതും നമ്മളെ മെജോറിറ്റി കാണുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ച് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചില പേരൻസ് പറയുന്നത് കേൾക്കാം, എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് അതിനുള്ള കഴിവോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള എന്റെ വീട്ടില് അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല, ആ ഒരു സെറ്റപ്പ് ഒന്നും എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്റെ മക്കൾ അത് അറിയാനായിട്ട് പാടില്ല, എന്റെ മക്കൾക്ക് എല്ലാം എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് ഒട്ടുമിക്ക പാരന്റ്സും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ട് ഇതാണ്, ഭയങ്കരമായിട്ട് ഗ്യാപ്പ് ഉണ്ട്. ഒരു കൂട്ടരെന്ന് പറഞ്ഞ പഴയ ആളുകളാണ്, അവർക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല, ഇപ്പോഴും പറയുന്ന പാരന്റ്സ് ഉണ്ട് അല്ലെ. കുറെ അധികം വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവർ പഠിച്ച് നല്ലൊരു നിലയിലെത്തിയിട്ടുണ്ടാവുക അല്ലെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തേത്. അപ്പൊ രണ്ട് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോ ഇവരിൽ ഉണ്ടാകുന്ന, അതുപോലെ തന്നെ പാരന്റ്സ് രണ്ടുപേരും, രണ്ട് കുട്ടികൾ, അതായത് അച്ഛനായാലും അമ്മയായാലും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ്. മുമ്പെന്ന് പറഞ്ഞാൽ അമ്മ കുട്ടികളെ നോക്കി വീട്ടിലാണ് ഇരിക്കുന്നത്. മുമ്പത്തെ കാലഘട്ടത്തില്, പണ്ടത്തെ കാലഘട്ടത്തിൽ അച്ഛനായിരിക്കും ജോലിക്ക് പോകുന്നത്, അമ്മ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കും, ജോയിന്റ് ഫാമിലി ആയിരിക്കും. അപ്പോ എന്താ പറയാ, ആ ഒരു ഇതിലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് സമയമില്ല, അച്ഛനും അമ്മയ്ക്കും സമയമില്ല, പേരും പോയി കഴിഞ്ഞാല് കുട്ടികള് വീട്ടില് ഒറ്റയ്ക്കായിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഈ റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള് അല്ലെ. നല്ല രീതിയിൽ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു കുടുംബമൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഓരോ കാര്യങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുതിർന്നവരോട് എപ്പോഴും ബഹുമാനം കാണിക്കണം. ശരിയാണ്. ഇപ്പൊ അങ്കിത പറഞ്ഞു, നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കാണ് കുട്ടിക്ക്, മോനെ നീ അപ്പൂപ്പനെ റെസ്പെക്ട് ചെയ്യണം കേട്ടോ, അവരെ ബഹുമാനിക്കണം കേട്ടോ, അല്ലെങ്കിൽ അമ്മൂമ്മയോട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് തിരിച്ചു ചോദിക്കും, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഞാനെന്തിനാണ് അങ്ങനെ ചെയ്തിട്ട്, എനിക്കെന്ത് കിട്ടാനാണെന്നാണ് അവരുടെ ചോദ്യം അല്ലെ. അങ്ങനെയല്ലേ ചോദിക്കുക, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഉള്ള ചോദ്യങ്ങളാണ് അവര് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ നമുക്ക് പറഞ്ഞ് മറുപടി ഉണ്ടാവില്ല നമുക്ക് പറയാൻ, നമ്മൾ തന്നെ സ്തംഭിച്ചു നിന്ന് പോകും അത് കേട്ട് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഓരോ കണ്ടിട്ടാണ് അവര് വളരേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല, അവര് കാണണം. നമ്മള് റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നത്, അത് അവര് കണ്ട് വളരണം. ചെറുപ്പം മുതലേ കണ്ട് വളർന്നാലാണ് പിന്നീട്
അവരത് പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഓക്കെ, സോറി മാം, പറഞ്ഞിട്ട് ഞാൻ നോക്കുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞിട്ടൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന്. എന്താണ് അങ്കിത? സോറി മാം ഇന്ററാപ്റ്റ് ചെയ്തതിന്. അല്ല, ഞാൻ ജസ്റ്റ് എന്റെ മോളെ എക്സാമ്പിൾ തന്നെ പറയാം മാം. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് അവക്ക് ക്ലാസ് സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ ഈടെ വന്നിട്ട് താമസിക്കാൻ തുടങ്ങി, മീൻസ് ഹസ്ബൻഡ് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങി. ഇവൻ നമ്മള് ലാംഗ്വേജ് ഡിഫറെന്റ് മാം. മാംഗ്ലൂർ ലാംഗ്വേജ് മലയാളം ഡിഫറെന്റ് ആൻഡ് കേരള ലാംഗ്വേജ് മലയാളം ഡിഫറെന്റ്. നമ്മൾ പറയും നിങ്ങ നങ്ങ ഇങ്ങനെ പറഞ്ഞിട്ട് ആടെ സംസാരിക്കും മാം. സോ ആടെ ഉണ്ടാകുമ്പോ എന്തായി, ഞാൻ വീട്ടില് ഞാനും ബ്രദർ അമ്മ അച്ഛന് കുഞ്ഞിനെ നീ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല അവളോട്, കുഞ്ഞോട്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമ്പോ അവൾ അങ്ങനെ പറഞ്ഞു, എല്ലാരും നിങ്ങൾ പറഞ്ഞിട്ട് റെസ്പെക്ട് കൊടുത്തിട്ട് മുണ്ടാൻ സംസാരിച്ചു. അത് ഇങ്ങോട്ട് അവളെ അംഗനവാടിക്ക് ചേർക്കാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈടെ എന്തായി, നീ വാ പോ ഇങ്ങനെ ഈടുത്ത ആൾക്കാർ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവൾ ആദ്യ ക്വസ്റ്റ്യനാ ഇതന്നെ ചോദിച്ചത്, അവരെന്തിനു മമ്മി എന്നോട് അങ്ങനെ സംസാരിക്കുന്ന, നീ വാ അതെന്തിനാ എന്നാ ചോദിച്ചു. അപ്പൊ എനക്ക് മറുപടി ഇല്ലല്ലോ കൊടുക്കാന്. അവരോട് പറഞ്ഞു എൽഡേഴ്സിൽ പറയാം ഞമ്മക്ക് അങ്ങനെ സംസാരിക്കണം, അവർക്ക് എന്തോ കൺഫ്യൂഷൻ. അവരെ മറുപടി ഇങ്ങനെ ഉണ്ടായി പറഞ്ഞെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടി, ഐ മീൻ പോസിറ്റീവായിട്ട് കിട്ടും എന്ന് വിചാരിക്കുമ്പോ അവര് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതിപ്പോ ആരെ അനുഭവിക്കുന്ന പറഞ്ഞ ഞാൻ അനുഭവിക്കുന്നുണ്ട് 4 years. അവള് ഒട്ടും റെസ്പെക്ട് കൊടുക്കുന്നില്ല. നിനക്കെന്തേ, നീ പോ, അമ്മമ്മ എന്തേ പറഞ്ഞാലും അങ്ങനെ സംസാരിക്കോ. അമ്മമ്മ അപ്പൊ ചോദിക്കും നീ എന്തിനാ അങ്ങനെ നീ എന്നോട് അങ്ങനല്ലേ സംസാരിക്കല്, ഓപ്പണായിട്ട് പറഞ്ഞു വിടും മാം. അപ്പൊ അവിടെ തെറ്റ് വരുന്നത് എന്റേതാ, അമ്മ പഠിപ്പിച്ചു കൊടുത്തതല്ലേന്ന് ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക്. മൊത്തത്തില് പറയല് ഇത് അമ്മ പഠിപ്പിച്ചു കൊടുത്തത് അവക്ക്, ഇത് അമ്മ പഠിപ്പിച്ചു. ഇപ്പൊ ഞാമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കുന്ന സിറ്റുവേഷൻ ആ പുള്ളങ്ങളിൽ ഉണ്ടാവില്ല മാം. മീൻസ് എങ്ങനെ ഞമ്മ റെസ്പെക്ട് കൊടുക്കും അത് അങ്ങനെ അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വരും. ഞാൻ പറയും അമ്മേല് വേണ്ട അമ്മ നമുക്ക് ജസ്റ്റ് കുറച്ച് റെസ്പെക്ട് കൊടുത്ത്, റെസ്പെക്ട് വേണ്ട കുഞ്ഞിന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ കുറച്ച് അവക്ക് മനസ്സിലാവല്ലോ. ഇല്ല അത് നിന്റെ ആടത്തത് ആടെ ഈടെ വരൂല അങ്ങനെ പറഞ്ഞോ, ഇപ്പൊ ഒട്ടും റെസ്പെക്ട് കൊടുക്കൂല. എന്തേ പറഞ്ഞാലും ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കും, നിനക്ക് എന്തേ ഇത് ഇത്ര പറയും പോ. ഇതാ ഇപ്പൊ പ്രശ്നം ഇല്ലത് ഇപ്പത്തെ കുഞ്ഞുങ്ങൾ. പണ്ടത്തവർ ഞമ്മ അങ്ങനല്ല, അമ്മ പറയൂ ഇല്ല റെസ്പെക്ട് കൊടുക്കണം പറഞ്ഞാൽ ആടക്ക് കഴിഞ്ഞു, ഞമ്മ റെസ്പെക്ട് കൊടുക്കണം. അവർ ഇഫ് ഇറ്റ് ഈസ് എൽഡേഴ്സ് ഓർ യങ് ആരാവട്ടെ. ഇപ്പൊ മൂത്ത ചേച്ചിമാരോ ഞമ്മ റെസ്പെക്ട് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പത്തെ മൂത്ത ചേച്ചിമാരെ റെസ്പെക്ട് കൊടുക്കും, വാടാ പോടാ പോടാ ഇങ്ങനെല്ലാം സംസാരിക്കും. അതിപ്പോ അവള് നോക്കിട്ട് പഠിച്ചിട്ട് ഇപ്പൊ ഒട്ടും മാറ്റാൻ കഴിയാത്ത സ്ഥിതിയില് അവളില്ലത് ഇപ്പൊ. ഇപ്പൊ അവര് മനസ്സിലാക്കുന്നില്ല, ഞമ്മ അന്ന് ചെയ്ത തെറ്റ ഞമ്മ ഇപ്പൊ അനുഭവിക്കുന്നില്ല ഇതെന്ന്. ബട്ട് അവളെ ചേഞ്ച് ആക്കാൻ കഴിയാത്ത സ്ഥിതിയിലാ ഞമ്മ ഇല്ലത് ഇപ്പൊ. അതാ പ്രശ്നമായിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതായത് ഞാന് പറയാം എന്റെ മക്കളെ കുറിച്ചിട്ടാണെങ്കിൽ, എനിക്ക് മൂത്തത് അവളിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണ്, മോന് ഇപ്പൊ 10th ക്ലാസ്സിൽ. അപ്പോ ഞങ്ങളിപ്പോ ഇവിടെ അങ്ങോട്ട് വീട് മാറി പോന്ന്, ആദ്യം എല്ലാരും കൂടെ ഒരുമിച്ചായിരുന്നു, ഗ്രാൻഡ് ഫാദറും മദറും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിനൊക്കെ പോണ സമയത്ത് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ യാത്ര പറഞ്ഞ് ഞങ്ങളിപ്പോ പോകുമ്പോ സലാം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി വരട്ടാ അങ്ങനൊക്കെ പറഞ്ഞു പോവും. പിന്നെ തിരിച്ചു വരികയാണെച്ചെങ്കിലും ഇപ്പപ്പ ഇമ്മമ്മ എന്നൊക്കെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരും സ്കൂളത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ചെറുപ്പത്തിൽ ഇട്ടോ ഒരു 8th ക്ലാസ് ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറി, മൂത്ത ആൾക്ക് 8th ക്ലാസ്സിലാകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറി. പക്ഷെ അവളാണെച്ചെങ്കിൽ പിന്നെ എക്സാമിന് 10th ക്ലാസ്സിലൊക്കെ എക്സാമിനൊക്കെ പോകുമ്പോ ഇപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തൊക്കെ പോയി പറയൂട്ടാ, എനിക്ക് എക്സാം ആണ് അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുക അവരുടെ അടുത്ത് ഇങ്ങനെ പറയണം കേട്ടോ. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷാണ്, കാരണം എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടല്ലോ മക്കള് അങ്ങനെ കേട്ടോ. പക്ഷെ ചെറിയ ആളിപ്പോ നേരെ ഓപ്പോസിറ്റ്, എന്തിനാ ഞാൻ അവരുടെ അടുത്ത് പോയി പറയണേ, ഞാൻ പറഞ്ഞു കൊടുത്താൽ അതിപ്പോ എന്താ ഞാൻ പഠിച്ചാലല്ലോ ഞാൻ ജയിക്കൂ, എന്തിനാ അവരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് എന്താ കാര്യം. അല്ലെങ്കിൽ യാത്ര പറഞ്ഞിട്ട് ഉപ്പാനോടും ഉമ്മാനോടും യാത്ര പറഞ്ഞു പോകണം പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം. അങ്ങനെയൊക്കെ ഒരു ടോക്കാ. അവരോട് ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കും. പക്ഷെ ഇപ്പിമ്മയും SLC എക്സാമിന്റെ സമയത്തൊക്കെ മക്കള് പോകുമ്പോ പറയും, മക്കൾ ഇവിടെ വന്നില്ലല്ലോ, എക്സാമിന് പോയോ, എങ്ങനെ ഉണ്ടായിരുന്നു, പാസ്സാവൂലേ, എല്ലാ വിഷയം കിട്ടൂലേ. കാരണം അവർ അത്യാവശ്യം പ്രായമുള്ളവരാണ്, 81 വയസ്സുണ്ട് ഇപ്പൊ കിട്ടാം. അപ്പൊ അവർക്ക് ടെൻഷനാണ്, മക്കള് പാസ്സാവൂലേ. അപ്പൊ മക്കള് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഴപ്പമില്ല ഇപ്പൊ എക്സാം ഒക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാണെച്ചെങ്കിൽ അത് അവർക്കൊരു ഹാപ്പിയാണ്, അവര് നല്ല സന്തോഷമായിട്ടിരിക്കും. പക്ഷെ ഇപ്പത്തെ മക്കളുടെ അടുത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പഠിച്ചാൽ ഞാൻ ജയിക്കും, അല്ലാതെ ഇപ്പപ്പാട് പറഞ്ഞു പോയി മമ്മാട് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജയിക്കില്ലല്ലോ എന്നുള്ളൊരു
ഒരു കൺസെപ്റ്റ് ആണ് അവർക്ക്. അങ്ങനെ. അതെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാണ് വളരേണ്ടത് കുട്ടികൾ കേട്ടോ. റെസ്പെക്ട് മറ്റുള്ളവർക്ക് നമ്മള് കൊടുക്കുന്നത് കണ്ട് വളർന്നു കഴിഞ്ഞാല് അവരും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എൽഡേഴ്സിനെ മാത്രമല്ല ഫ്രണ്ട്സിനോടും, അതായത് സെയിം ഏജിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്, പക്ഷെ അവരോടും എന്ത് ചെയ്തിരിക്കണം, റെസ്പെക്ട് കാണിച്ചിരിക്കണം. അപ്പൊ എല്ലാ വ്യക്തികളോടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെസ്പെക്ട് കാണിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു കുട്ടി അത് കീപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമല്ല. ആണോ? ജന്മനാ കിട്ടുന്നതാണോ? ബൈ ബർത്ത് ആണോ? അല്ലല്ലേ? അല്ല. അത് നമ്മൾ പ്രാക്ടീസിലൂടെയാണ് അത് എന്ത് ചെയ്യേണ്ടത്, വളർത്തി എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സ് അവരുടെ ഡ്യൂട്ടിയാണ് കുട്ടികളിൽ റെസ്പെക്ട് വളർത്തിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ടീച്ചർ എന്ന രീതിയിൽ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ് സ്റ്റുഡൻസിന്റെ, അല്ലെ? നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവാം, അല്ലെ? അവരെ കണ്ടിട്ട് അവര് നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അപ്പിയറൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ടീച്ചിങ് രീതിയാകാം, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാമോ എന്നോട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ മതി. അങ്കിത പറയൂ ആദ്യം. ടീച്ചറാണ്, ടീച്ചർ എന്താണ് പഠിപ്പിച്ചിരുന്നത്, ഇത് കാര്യങ്ങൾ പറയണം കേട്ടോ. ടീച്ചറിന്റെ പേര്, ടീച്ചർ എന്താണ് പഠിപ്പിച്ചിരുന്നത്, ഏത് സ്കൂളാണ് വർക്ക് ചെയ്തിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പറയാം. ഓക്കെ മാം. +1 മാം. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കോമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ മാം. എന്തിനാ ആള് ഇഷ്ടായി എന്താ അത് എനക്ക് അറിയാലോ മാം. ബട്ട് അവരുടെ ടീച്ചിങ് സ്റ്റൈൽ ആവട്ടെ, ഈവൻ ടീച്ചറിന്റെ ഫേവറേറ്റ് കിഡും ഞാനായിട്ടുണ്ടായി മാം. മൊത്തത്തില് ക്യാമ്പസ് എഗെയിൻസ്റ്റ് ആയ മാം, കമ്പ്യൂട്ടർ മാം. ഇപ്പൊ പറയാം, ഒരു 1000 സ്റ്റുഡന്റ് ഉണ്ടായി, 1000 ഒരു 500 സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ 500 സ്റ്റുഡന്റ് എഗെയിൻസ്റ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ. ബട്ട് ഞാൻ ഒരേ ആള് എന്റെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായ ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ. ആ മാം മൊത്തത്തില് നമ്മളെ സീനിയറും ആവട്ടെ ജൂനിയറും ആവട്ടെ ആ ക്ലാസ്സിലെല്ലാം പോയിട്ട് പറയും, ഗോ ആൻഡ് ലുക്ക് അറ്റ് ദ അങ്കിത, അവളെന്ന് കണ്ടിട്ട് പഠിച്ചേ, അങ്ങനെ പറഞ്ഞിട്ട് മൊത്തത്തില് ക്യാമ്പസിൽ എന്നെ ഒരു ഫേമസ് ആക്കിയിട്ട് വെച്ച ടീച്ചർ എന്നും പറയാം. എന്തിനെന്നറിയാലോ മാം. ബട്ട് അവരുടെ ടീച്ചിങ് നല്ല ഉണ്ടായിരുന്നു. ഒരു ടീച്ചിങ് സ്റ്റൈൽ, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്റ്റൈൽ ആവട്ടെ, ആ പ്രോഗ്രാംസ് പഠിപ്പിക്കുന്ന സ്റ്റൈൽ, അതെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു പഠിച്ച സബ്ജക്റ്റ് എന്നും പറയാം. അങ്ങനെ നെക്സ്റ്റ് ഇയർക്ക് മാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായി. മാം ഉണ്ടായിട്ടാ, മാം ഗവൺമെന്റ് ജോബ് കിട്ടി പറഞ്ഞിട്ട് വിട്ടാക്കിയിട്ടുണ്ടായി. ഞാൻ ട്രാൻസ്ഫർ ആയി. അത് ഭയങ്കര സങ്കടം തന്ന നാളും പറയാം. +2ക്ക് പോകുമ്പോ മാം ഉണ്ടായിട്ടാ. അപ്പൊ എല്ലാ സീനിയേഴ്സ് പറയല്, ഭാഗ്യം ആ ടീച്ചർ പോയല്ലോ. അപ്പൊ ഞാൻ ഒരാൾ മാത്രമേ കരഞ്ഞോണ്ടിരുന്നിട്ടുണ്ടായി. അങ്കിതന്റെ ടീച്ചർ പോയിന്ന് ഭയങ്കര ഫുള്ള് എല്ലാരും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായത്. അങ്ങനത്തെ ഒരു ടീച്ചർ ഇപ്പോഴും ടച്ചിലുണ്ട് മാം. മാമിനെ കോണ്ടാക്ട് ചെയ്യും. ആകെ ഞാൻ ഒരേ സ്റ്റുഡന്റിലും ടീച്ചറെ കോണ്ടാക്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ ആരും ചെയ്യലില്ല. നിനക്ക് എന്തിനാ ആ ടീച്ചറുടെ ബഗഡ് വേണമെന്ന് പറയും. ഫ്രണ്ട്സ് ഇപ്പോഴും ചോദിച്ചിട്ട് പറയും. അങ്ങനെ എന്തിനെന്ന് അറിയാല. ബട്ട് ആ മാം ഭയങ്കര ഇഷ്ടമായിട്ടില്ല മാം എന്റേത്. ഏത് സ്കൂളിലാണ് പഠിച്ചത് അങ്കിത? ഞാൻ മാംഗ്ലൂരില് മാം. മാംഗ്ലൂരില് എന്റെ വീട്ടിനടുത്ത് തന്നെ ഉണ്ടായ സ്കൂള് സെന്റ് സെബാസ്റ്റ്യൻ PU സ്കൂള്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്കിതയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി ആരാണ് പറയുന്നേ? ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ ആയിട്ടുള്ള ടീച്ചർ? മോഡൽ ആരാണ്? സുജിത. ഞാൻ പറയാം. എനിക്ക് ഇന്നും ഇപ്പൊ എനിക്ക് 40 years ആയി.
ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. കുറച്ച് ടീച്ചേഴ്സ് അവരെ റോൾ മോഡൽ ആക്കണമെന്നോ അല്ലെങ്കിൽ അതുപോലെ ഞാൻ അവരിൽ നിന്നൊക്കെ എടുക്കാൻ ആഗ്രഹിച്ച ഒരൊറ്റ ക്വാളിറ്റി അവരുടെ ടീച്ചിങ് ക്വാളിറ്റിയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിച്ച ഒരു ബേബി എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ആ ടീച്ചർ കുട്ടികളോട് പെരുമാറുന്നതും അവരെ പഠിപ്പിക്കുന്ന രീതി, അത് അന്ന് തൊട്ടേ ആ ഒരു സ്റ്റൈല്, കഥ പറഞ്ഞ് ആക്ഷൻ സോങ്ങിലൂടെ അവരെ നമ്മുടെ അടുത്ത് മടിയിലൊക്കെ ഇരുത്തിയിട്ടാണ് ടീച്ചർ പഠിപ്പിക്കുക. അതുകൊണ്ട് എനിക്ക് പണ്ടൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്ന ടീച്ചേഴ്സിനോട് ഭയങ്കര കാര്യമാണല്ലോ. എനിക്ക് അതുകൊണ്ടായിരുന്നു ഫസ്റ്റൊക്കെ ആ ടീച്ചറോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ 4ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ടീച്ചർ നമ്മുടെ അടുത്ത് സ്ട്രിക്റ്റ് ആവുമായിരുന്നു. പക്ഷെ ആ ലെവലിലുള്ള സ്ട്രിക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ടീച്ചറോട് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും എന്താ പറയേണ്ടത്, അത്രയും എനിക്ക് ആ ടീച്ചറോട് ഒരു കാര്യമാണ്. ടീച്ചർക്ക് അതുപോലെ തന്നെ എന്നെയും കാര്യമാണ്. ഞാൻ പഠിച്ച അത്രത്തോളം കാലം എല്ലാ സ്കൂളിലും ഞാൻ അവിടുത്തെ എനിക്ക് അവിടെ ഒരു നോട്ടബിൾ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ നോട്ടബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഗുഡ് ക്വാളിറ്റിയിലാണ് നോട്ടബിൾ സ്റ്റുഡന്റ് ആയിട്ടുള്ളത്. ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തിയപ്പം പത്മിനി എന്ന് പറഞ്ഞൊരു ടീച്ചർ ഞങ്ങൾ ഇംഗ്ലീഷും ബയോളജിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വയനാട് കൽപ്പറ്റയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് 10 വരെ. പത്മിനി ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് പറഞ്ഞാൽ തൊട്ടാ ദേഷ്യം പിടിച്ച് അടിക്കുന്ന ടീച്ചറായിരുന്നു. പക്ഷെ എന്തോ ദൈവഗുരുത്വം എനിക്ക് അടി കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ടീച്ചറോട് ആ ടീച്ചറിന്റെയും ടീച്ചിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുക്കുമ്പം അതിൽ നമുക്ക് ഇപ്പം ബയോളജി എടുക്കുമ്പോൾ ബയോളജിയിൽ നമുക്ക് ഒരു ചാപ്റ്റർ എടുത്താൽ അതിന്റെ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരുമ്പം അതിനെ മാക്സിമം എത്രത്തോളം കണക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരാൻ പറ്റുമോ അത്രത്തോളം കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ ആണെങ്കിലും എത്ര ടഫായ വിഷയമാണെങ്കിലും നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. ആ ഒരു ക്വാളിറ്റി ഇന്നും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഇയർ ഞാൻ പഠിക്കുകയാണെങ്കിൽ ആ ഇയറുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് 4 കാര്യം ഞാൻ പഠിക്കാൻ ഇപ്പോഴും ഞാനത് ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ആ ഒരു ഹൈസ്കൂൾ ലെവൽ കഴിഞ്ഞ് +2ലേക്ക് പോയത് ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അവിടെ എനിക്ക് സ്മിത എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത്. സോഷ്യൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹ്യൂമാനിറ്റീസ് ഇപ്പോഴും ഹിസ്റ്ററി തന്നെയാണ്. ഞാൻ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് കാണുന്നതെല്ലാം ഹിസ്റ്ററിയാണ്. അപ്പം അന്ന് എനിക്ക് സ്മിത എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ 45 കുട്ടികളുണ്ടായിരുന്നു. ഈ 45 കുട്ടികളിലെയും +2 എക്സാം ഇംഗ്ലീഷിൽ എഴുതിയത്, ആ സ്കൂളിൽ ഇംഗ്ലീഷിൽ എഴുതിയത് ഞാൻ മാത്രമാണ് ഹ്യൂമാനിറ്റീസിൽ. അപ്പം എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് നോട്ട്സ് പിന്നെ എല്ലാ ടീച്ചേഴ്സിനും ഒരൊറ്റ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് സാറിന് ഒഴിച്ച് ബാക്കി എല്ലാ ടീച്ചേഴ്സിനും ഉള്ള ബുദ്ധിമുട്ടായിരുന്നു. മറ്റെല്ലാ കുട്ടികളും മലയാളത്തിൽ എഴുതുമ്പം എനിക്ക് മാത്രം ഇംഗ്ലീഷ് നോട്ട്സ് എഴുതി തരേണ്ടിയിരുന്നു. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മിത ടീച്ചർ എന്നെ അതിൽ എൻകറേജ് ചെയ്ത് കുഴപ്പമില്ല, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യും, എല്ലാ സബ്ജക്റ്റിന്റെയും മാക്സിമം എനിക്ക് നോട്ട്സ് എഴുതാനും എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോസ്റ്റലിൽ നിന്ന വാർഡൻ പ്രിസ്കില്ല എന്നായിരുന്നു പേര്. വളരെ എനിക്കറിയില്ല ഞാൻ എത്രത്തോളം അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അതെനിക്ക് തിരിച്ച് അവരെല്ലാവരും അതുപോലെ തന്നെ ആ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലല്ല, അവർക്കൊക്കെ ശരിക്കും ഒരു മകളെ പോലെയായിരുന്നു ഞാൻ ആ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനൊക്കെ. അവരുടെ ഈ സ്മിത ടീച്ചറിന്റെ ടീച്ചിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കുമ്പം എനിക്ക് എടുത്തിരുന്നത് പൊളിറ്റിക്സ് ആയിരുന്നു. പൊളിറ്റിക്സിൽ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ എത്രത്തോളം നമ്മളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ക്ലാസ് എടുക്കാം എന്നുള്ളത് ഒരു വ്യക്തിയെ കുറിച്ചാണെങ്കിൽ ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിലെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അതിനുശേഷം അവർ എത്രത്തോളം ആൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്നുള്ളത് അടക്കം ടീച്ചർ ക്ലാസ് എടുത്തു തരുന്നു. ഇപ്പോഴും ഞാൻ ആ ഒരു ടീച്ചേഴ്സിന്റെ ഇപ്പം ഞാൻ എടുക്കുന്ന ഇപ്പൊ അപർണ മിസ്സിന്റെ ക്ലാസ് ഞാൻ എപ്പോഴും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചർ ക്ലാസ് എടുക്കുന്ന ഇപ്പം അപർണ മിസ് മാത്രമല്ല, ഇപ്പം ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ടീച്ചേഴ്സിനും വളരെ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് പറഞ്ഞാൽ ഭയങ്കര പേഷ്യൻസ് ആണ്. ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് ക്യാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി പേഷ്യൻസ് ആണ്. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന് വേണ്ട ഒരു ക്വാളിറ്റിയും പേഷ്യൻസ് ആണ് സ്റ്റുഡൻസ് പറയുന്നത്. ഇപ്പൊ ഈ ക്ലാസ്സിലിരിക്കുന്ന ഇത്രയും പേർക്ക് വളരെ പ്രായമുള്ള ആൾക്കാരാണ്, ചെറിയ ഡിഫറെന്റ് ഏജസ് ആണ്. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോഴും എല്ലാവർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ്. ഇതെല്ലാം പറയുന്നത് അത്രത്തോളം ഇതിൽ കേൾത്തിരിക്കാൻ പറ്റുന്ന ഒരു പേഷ്യൻസ്, അത് എല്ലാവരിൽ നിന്നും ക്യാച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം എനിക്കത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ്. കാരണം ഞാൻ മുമ്പ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിരുന്നു 7th സ്റ്റാൻഡേർഡ് വരെ. IT ആണ് മെയിൻ സബ്ജക്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ആ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ടോ ഇന്നും ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട്. അവരെന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അത് എൻ്റെ ടീച്ചേഴ്സിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ്.
അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളോടും പറയും, നിങ്ങൾ അതുപോലെ ടീച്ചേഴ്സിൽ നിന്ന് നല്ല ക്വാളിറ്റീസ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരോട് ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ആരാ പറയണ്ടേ? വേറെ ആർക്കും ഇല്ലേ ടീച്ചർമാരെ കുറിച്ച് പറയാനായിട്ട്? ഒരു ചാൻസ് വന്നിട്ട് ആരും പറയുന്നില്ലേ? ഞാൻ പറയാം സപ്ന, പറയാം. പറഞ്ഞോളൂ. എനിക്ക് ചെറുപ്പത്തിലൊരു ടീച്ചറാണ് കേട്ടോ, സുലോചന ടീച്ചർ പറയും. ഞാൻ ആനക്കര, പാലക്കാട് ജില്ലയില് ആനക്കര സ്കൂളിലായിരുന്നു പഠിച്ചത്. അതില് 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും എന്നെ പഠിപ്പിച്ചത് സുലോചന ടീച്ചറായിരുന്നു. ടീച്ചർ പൊല്ലിയാട്ടോ, മരിച്ചുപോയി. പക്ഷെ ഞാൻ എവിടെ നമ്മുടെ ഫേവറേറ്റ് ടീച്ചറെ കുറിച്ച് പറയാൻ പറഞ്ഞാലും ഞാൻ അതാണ് ഫസ്റ്റ് പറയാം. ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പോലും അവരോട് നമ്മൾ ചോദിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറെ പറ്റി പറയാറ്. അപ്പൊ അവർ 1 2 പഠിച്ച ടീച്ചറിനെ കുറിച്ച് പറയും. പക്ഷെ അപ്പോഴും ഞാൻ പറയാ എനിക്ക് ഇത്ര ഈസായിട്ട് പോലും ഇല്ല 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിപ്പിച്ച ടീച്ചറെ കുറിച്ചിട്ടേ പറയാം. ടീച്ചറെ ക്വാളിറ്റി എന്ന് പറയണ്ടെങ്കിൽ അത് എല്ലാ മക്കൾസിനും ഒരുപോലെ ഒരേ കണ്ണ് വെച്ച് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പൊ നമ്മള് ചില ടീച്ചേഴ്സിന്റെ അടുത്ത് നമുക്കറിയാം, നമുക്ക് ഇപ്പൊ വലിയ ക്ലാസ്സിലൊക്കെ നമുക്ക് നേരിട്ട കാര്യമാണ്. പഠിക്കുന്ന മക്കളിനൊക്കെ പെട്ടെന്ന് അവർക്ക് ടീച്ചേഴ്സിന് ഇഷ്ടാവും. പിന്നെ പഠിക്കാത്ത അല്ലെങ്കിൽ ഈ അവരെ നോട്ട് നോക്കി എഴുതും, പഠിക്കാത്ത കുട്ടികളെ നോട്ട് കംപ്ലീറ്റ് ആകാത്ത കുട്ടികൾക്ക് ചേരും ഈ മറ്റേ കുട്ടികളുടെ നോട്ട് നോക്കി എഴുതും, അല്ലെങ്കിൽ നാളൊക്കെ പഠിച്ചു വാ, അല്ലെങ്കിൽ വേറെ എന്തേലും അവരുടെ അടുത്ത് പറയും. പക്ഷേ ഈ ടീച്ചർ അങ്ങനെയല്ല. ഇപ്പൊ ചെറിയ മക്കളാണെച്ചെങ്കിൽ പോലും എല്ലാ മക്കളെയും ഒരേപോലെ കൈ പിടിച്ച് എഴുതിപ്പിച്ച് മടി വെച്ചിരുത്തി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊണ്ട് നടന്ന് അങ്ങനെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. പഠിക്കുന്ന മക്കള് പഠിക്കാത്ത മക്കള് അങ്ങനെയല്ല, എല്ലാരെയും ഒരേപോലെ കാണാൻ പറ്റും. ഞങ്ങൾ ടീച്ചർക്ക് വയ്യാതായിട്ടൊക്കെ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണെച്ചെങ്കിൽ പോലും. പക്ഷെ അപ്പൊ പോലും ഞങ്ങൾ എല്ലാവരും ഓർമ്മയുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ടീച്ചർക്ക് നല്ലോണം വയസ്സുണ്ട് കേട്ടോ. അന്ന് ഒരുപാട് വർഷം മുന്നേ പഠിപ്പിച്ച കുട്ടികൾ പോലും അന്നും ടീച്ചറെ കാണാൻ വരും. കാരണം അത് ടീച്ചറുടെ ഒരു കഴിവുകൊണ്ടല്ലേ, ടീച്ചറുടെ ഒരു ടീച്ചിങ് മെത്തേഡും അല്ലതുകൊണ്ടാണല്ലോ അത്രയും ഏജ് ഉള്ള കുട്ടികൾ പോലും ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും കാണാൻ വരുന്നുണ്ടെങ്കിൽ അതൊരു ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ ആണല്ലോ. പിന്നെ ഇതുപോലെ അസുഖമായിട്ട് കിടന്നിട്ട് പോലും നിത്യ ദിവസം ടീച്ചറെ വീട്ടില് ആൾക്കാരായിരിക്കും ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട്. അതന്നെ എന്താ മരിച്ചുപോയി എന്തുപോലെ. മാം സ്റ്റുഡന്റ് ലൈഫ് കംപ്ലീറ്റ് ആന്ന് എപ്പോ അറിയോ മാം? ടീച്ചേഴ്സിന് നമ്മള് അത്ര സ്റ്റുഡന്റ് വരുമ്പോഴും നമ്മളെ ഓർമ്മിക്കുമല്ലോ, ഇങ്ങനത്തെ സ്റ്റുഡന്റ് ഉണ്ടായി അവർക്ക് നമ്മളെ വിത്ത് പേര് ഓർമ്മിരിക്കുന്നല്ലോ. അപ്പൊ നമ്മളെ ജീവിതം കംപ്ലീറ്റ് മാം, സ്റ്റുഡന്റ് ലൈഫ് കംപ്ലീറ്റ് മാം. ഇപ്പൊ കൊറേ മാം 1 to ഇപ്പൊ ഡിഗ്രി വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് മാമിന്റെ ഒരു മാം ഞങ്ങൾ ഇങ്ങനെന്ന് പറയുമ്പോ വിച്ച് ബാച്ച്, വാട്ട് ഈസ് യുവർ നെയിം ഇങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ഇതെല്ലാം പോയിട്ട് വിടും മാം. എന്തിനു പറഞ്ഞു വിതൗട്ട് ഓർമ്മകൾ നമുക്ക് ആ ടീച്ചേഴ്സുകളെ വാല്യൂ കൊടുക്കാനും കഴിയാം. എപ്പൊ നമുക്ക് ടീച്ചേഴ്സിന് വാല്യൂ തരും മീൻസ് നമ്മളെ ഓർമ്മ വെച്ചിട്ട് ഇങ്ങനത്തെ സ്റ്റുഡന്റ് ഈടുണ്ടായത് എന്ന് പറയുന്നില്ല മറ്റവർക്ക്. അപ്പൊ നമ്മളെ ലൈഫ് മീൻസ് ആ സ്റ്റുഡന്റ് ലൈഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും മാം. അങ്ങനെ ഒരു സാറുണ്ട്, ഞാൻ സാറിന്റെ പേര് പറയാനും മറന്നു. സാറുണ്ട്, ഇവൻ എന്റെ കല്യാണത്തിനെല്ലാം അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് ടൈം നമ്മള് ഇവിടെ മീൻസ് ഒരു അമ്പലത്തില് ഫംഗ്ഷൻ ഉണ്ടായി. ഞാനപ്പോ ഫസ്റ്റ് ടൈം ഞാൻ ആഫ്റ്റർ മാരേജ് ഞാൻ അത് ആദ്യമായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് എന്ത് പറയാ തെയ്യത്തിന് പോയത്. അപ്പൊ സാറ് വിളിച്ചിട്ട് അങ്കിത കമ്മിയർ വിളിച്ചിട്ട് നമുക്ക് ഒരു സന്തോഷമില്ല മാം. മീൻസ് നമ്മൾ +2 എല്ലാം കഴിഞ്ഞിട്ട് കുറെ കൊല്ലായില്ലേ, പേര് വെച്ചിട്ട് ഷീസ് മൈ സ്റ്റുഡന്റ്, ഷീസ് ഇൻ മൈ ക്ലാസ്, അങ്ങനെ ഇങ്ങനെന്ന് പറയുമ്പോ ആ സന്തോഷം അവർക്കില്ലെന്ന് കൂടുതൽ നമുക്ക് ഉണ്ടാവും മാം. മീൻസ് ടീച്ചേഴ്സുകൾ നമ്മളെ ഓർമ്മ വെച്ചിട്ട് ഓർമ്മവല്ല നമ്മളെ പേര് ഓർമ്മ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ലൈഫ് ഒരു എന്തെന്ന് കംപ്ലീറ്റ് ആയ മാതിരി മാം. അതൊരു സന്തോഷം തന്നെ വേറെ, ഹാപ്പിനെസ് വേറെ അത്. അതെ അതെ. അതുപോലെ ഞങ്ങളുടെ ഒരു ഷാജ് സാർ ഉണ്ടായിരുന്നു, ആനക്കര ഹൈസ്കൂളിൽ പഠിച്ച മാഷാണ്. അദ്ദേഹം AU ആയിട്ടുണ്ടായിരുന്നു ഇവിടെ പട്ടാമ്പിയിൽ. എന്നിട്ട് ഇപ്പൊ ഞാൻ മക്കള് പഠിക്കുന്ന സ്കൂളില് ഇതുപോലെ ഒരു ഫംഗ്ഷനുള്ള സമയത്ത് സാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് എന്നെ കണ്ടിട്ട് നമ്മൾക്ക് അങ്ങോട്ട് അത്രയും വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ആളല്ലേ ചോദിച്ചാൽ അങ്ങോട്ട് പോയി മുണ്ടാനൊരു നമുക്കൊരു എന്താ പോലെയായിരുന്നു. പക്ഷെ സാറ് അവിടുന്ന് ഇതുപോലെ എന്നെ വിളിച്ചിട്ട്
ഷൊബിന ആനക്കര സ്കൂളിൽ പഠിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് സംസാരിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്റ്റേജിലേക്ക് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ ഓക്കെ. അവരുടെ കയ്യിൽ നിന്നൊരു അംഗീകാരം കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലെ. ഇപ്പോ നമ്മളെ കുറെ നാള് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടതിന് ശേഷം നമ്മളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് ഇത് ചെറുതൊന്നും അല്ല അല്ലെ. നമ്മള് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും അങ്ങനെയുള്ള കാര്യങ്ങള്. ഓക്കെ. അപ്പൊ എല്ലാവരുടെയും മനസ്സിലുണ്ട് ടീച്ചർ അല്ലെ. എല്ലാവർക്കും ഒരു മോഡലായിട്ട് എല്ലാവരും ഒന്നും പറഞ്ഞിട്ടില്ല, കുറച്ചുപേരൊക്കെ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ആ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് മോഡൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ചില ബാഡ് ഹാബിറ്റ് ഒക്കെ ടീച്ചേഴ്സിന് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അതായത് ഇപ്പോ ഗോസിപ്പിംഗ്, അതായത് ഇപ്പൊ നമുക്ക് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് നമ്മളിപ്പോ കുട്ടികൾ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സ് തമ്മിൽ ഭയങ്കരമായിട്ട് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അനാവശ്യമായിട്ട്, അതായത് വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ, ഒട്ടും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണെങ്കിൽ അത് കുട്ടി അത് ക്യാച്ച് ചെയ്യുകയും അവർക്ക് ചെയ്യാമെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത വരും അല്ലെ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് സംസാരിക്കുന്നത്? നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ടാവും കേട്ടോ. അതല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. അതാണല്ലോ, അല്ലെങ്കിൽ അത് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെയുള്ള മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ തേടിപ്പിടിച്ച് അത് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രീതികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഗോസിപ്പിംഗ്. ഓക്കെ. അതുപോലെ തന്നെ നെയിൽ ബിറ്റിംഗ് എക്സെട്ര, അതായത് നഖം കടിക്കുന്ന ശീലം, അത് മോശമായിട്ടുള്ള ഒരു ശീലം അല്ലേ. നമ്മൾ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. രോഗം വരും അല്ലെ, അസുഖം വരും എന്ന് പറയും അല്ലെ. നഖത്തിനിടയില് എന്തുണ്ട്? ധാരാളം അഴുക്കുകൾ ഉണ്ട് അല്ലെ, അണുക്കളുണ്ട് അല്ലെ. ചെറിയ ചെറിയ ബാക്ടീരിയയൊക്കെ എന്ത് ചെയ്യും? നഖത്തിന്റെ ഇടയിലാണ് ഒളിഞ്ഞിരിക്കുക. അപ്പോ അത് കടിക്കുമ്പോൾ അത് വായിലോട്ട് പോകും. അപ്പൊ നമുക്ക് അസുഖങ്ങൾ വരും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുക നമ്മള്. അപ്പോ ടീച്ചർ ഇത് ചെയ്യുവാണെങ്കിൽ, അത് കുട്ടി കാണുവാണെങ്കിൽ ടീച്ചർ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, അങ്ങനെയുള്ള ചോദ്യം കുട്ടി ചോദിക്കും. ഓക്കെ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ പറയാ, കുട്ടികളെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി. അതുപോലെ തന്നെ നേരത്തെ സുജിത പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ടീച്ചേഴ്സിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും അത് ഉണ്ടാവുക. ഒരാളെ കേൾക്കുക, ഒരാൾ എന്താണ് പറയുന്നത്, അയാളെ ആ പറയുന്ന ആ സമയം മുഴുവൻ അയാളെ ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് ശേഷം സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ടും തയ്യാറാകണം. ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ സമയമില്ല. എല്ലാവരും ഭയങ്കര തിരക്കാണ് അല്ലെ. ഒന്നിനും സമയമില്ലാത്ത ആളുകളാണ് ഇപ്പൊ നമ്മുടെ ചുറ്റിനും ജീവിക്കുന്നത്. അപ്പൊ ഒരാളുടെ വിഷമം കേൾക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ സങ്കടം പറയാനോ അത് അങ്ങനെയുള്ള, അതായത് അയാൾക്ക് പറയാനായിട്ട് ചിലപ്പോൾ ഒരാളുണ്ടാവണം എന്നില്ല. അയാൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ അയാളുടെ പ്രോബ്ലം ചിലപ്പോൾ എന്താണ് ശരിയാവുമായിരിക്കും. അപ്പൊ അയാളെ കേൾക്കാനായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ ഒരാളുടെ ജീവിതത്തിലെങ്കിലും നമുക്ക് പ്രകാശം പരത്താനായിട്ട് സാധിക്കില്ലേ? ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മൾക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതല്ലേ. നിങ്ങൾ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടോ? സോൾവ് ചെയ്തവർക്കറിയാം എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും നമുക്ക് എന്താണ്, അയാൾക്കും അതിലൂടെ ഒരു സന്തോഷം കിട്ടും, നമുക്കും അതിലൂടെ ഒരു സമാധാനം കിട്ടും, ഒക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികളെയും ക്ഷമയുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ശീലങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ. ഓക്കെ. അപ്പോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, മൺഡേ ആണ് നെക്സ്റ്റ് ക്ലാസ്, അടുത്ത ചാപ്റ്റർ എടുക്കാം. മൺഡേ വരുമ്പോൾ 2-3 പേര് ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി പ്രിപ്പയർ ചെയ്തിട്ട് വരിക. എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാം കേട്ടോ.
പിന്നെ പഴഞ്ചൊല്ലുകൾ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ എല്ലാവരും തന്നെ അതൊന്ന് റെഡി ആക്കിയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാം പിക്ചർ വീലും നമ്പർ വീലും ചെയ്യാൻ പറഞ്ഞു. ചെയ്തിട്ടുണ്ടോ? ആതിര ചെയ്തിട്ടുണ്ടോ? ഉണ്ട് മാം. ചെയ്തിട്ടുണ്ട്. ആ ഉണ്ട്. ഒന്ന് കാണിക്കാവോ? ആ കാണിക്കാം. പിക്ചർ വീൽ അല്ലേ? മിഡിൽ എന്താ വെച്ചിരിക്കുന്നേ ഫിറ്റ് ചെയ്യാനായിട്ട്? സൗണ്ട് ഇല്ല, സൗണ്ട് ഇല്ല ആതിര. കാറിന്റെ ടയറിന്റെ അത് കാറിന്റെ ടയർ അല്ലേ? അപ്പൊ അത് എങ്ങനെ ചെയ്തു? അതെങ്ങനെ ഫിറ്റ് ചെയ്തു? ടയർ ബാക്കിൽ എന്താ ഘടിപ്പിച്ചിരിക്കുന്നേ, ഫിറ്റ് ചെയ്തിരിക്കുന്നേ? ഓ ഓ, ഓക്കെ ഓക്കെ. പിന്നെ നമ്പർ ഇതെന്ത് ചെയ്തതാ? ഇത് വരച്ചതാണോ? വരച്ചിട്ട് കളർ ആണ് മാം വരച്ചത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ, താങ്ക് യു. നന്നായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ MD30 ബാച്ചിലെ കുട്ടികള് കുറെ പേര് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ച സമയത്ത് തന്നെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. കുറെ പേര് ചെയ്തു. അതിനകത്ത് ഒരു കുട്ടി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നോ, നമ്മുടെ പിസ്ത ഉണ്ടല്ലോ, അതിന്റെ തോട് എടുത്തിട്ട് പല കളർ കൊടുത്തു. എന്നിട്ട് നമ്പർ വീലിന് ആ തോട് പേസ്റ്റ് ചെയ്ത് വെച്ചു. അത് കുറെ ഉണ്ടാവുമല്ലോ, പിസ്തയുടെ തൊണ്ടുണ്ടല്ലോ, പറഞ്ഞ മനസ്സിലായോ നമുക്ക്? പിസ്തയില്ലേ, അതിനകത്ത് പല കളറുകൾ കൊടുത്തിട്ട്. അപ്പൊ ഞാൻ അത് നോക്കുമ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതിങ്ങനെ ഞാൻ ഒട്ടിച്ചു വെച്ചേക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് ഭയങ്കര കട്ടിയുണ്ടല്ലോ, ഇത്തല് പോലെ കാണപ്പെടുന്നുണ്ടല്ലോ, എന്താണത് എന്ന് ചോദിച്ചപ്പോഴാണ് പിസ്തയുടെ തൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും നവമി നമ്പർ ചാർട്ട് അതിലെന്നെ ചെയ്തിട്ടില്ലത്. പിസ്ത കോഡും നമ്പർ ആണല്ലേ? ചെയ്തിട്ടുണ്ടല്ലേ? നവമി ചെയ്തിട്ടുണ്ട്. നവമി ഇന്ന് കേറിയില്ലല്ലേ? കേറിയിട്ടില്ല അല്ലേ? ഇല്ല മാം, ഏകദേശം സ്റ്റുഡൻസ് ആരും കേറിയിട്ട് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് ഒരാൾ അറിഞ്ഞിട്ടാ തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് ചെയ്തോളൂ. ആരാ ചെയ്യുന്നേ? സൈൻ ഔട്ട് ചെയ്യാൻ ആളുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ആക്ഷൻ സോങ്, അതുപോലെ തന്നെ സ്റ്റോറി, പഴഞ്ചൊല്ല് ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് വരിക കേട്ടോ. പഴഞ്ചൊല്ലോ? അതെന്ത് മാം? ബനാന ടോക്ക് എന്ന് പറയില്ലേ നമ്മള്? പ്രോവർബുകള് പ്രൊവോബ്സ്. ഓക്കെ ഓക്കെ, പ്രൊവോബ്സ്, റിഡൽസ്, പ്രൊവോബ്സ് ഏതാ? ഓക്കെ മാം. ഓക്കെ, ഞാൻ സൈൻ ഇൻ ഞാൻ പറയട്ടെ മാം. Good afternoon ma'am and good afternoon everyone. Thank you for today's class ma'am. Today's class about our school management and ma'am today takes premises and building maintenance and discipline and maintenance. How to discipline and how we get the discipline from how to get discipline and discipline is not the what. Sorry, ma'am. Manage note of this. Okay, thank you. Okay, ma'am. Parents expect more discipline training from the school than the book education, and also teachers should be disciplined. And teachers are our model, role models also. And today, and this is these all the today's class. And thank you, ma'am, for your guidance and support. And thank you all. And thank you, ma'am. Okay, thank you so much. Next class കാണാം കേട്ടോ. Okay. Thank you.